ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് എളുപ്പത്തിലൊരു ചിക്കൻ കൊണ്ടിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ കുറച്ച് ബോൺലെസ് പീസസ് ആണ് എടുത്തേക്കുന്നത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഉപ്പ്, കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കൻ പുരട്ടി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കണം നിർബന്ധമില്ല, പുറത്ത് വെച്ചാലും മതി. നിങ്ങൾക്ക് ഒത്തിരി ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചിക്കനിലോട്ട് മസാലയൊക്കെ പിടിച്ചു കിട്ടും. ശേഷം ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിവിടെ ഒത്തിരി ഓയിൽ എടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ പാനിലേക്ക് തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ശേഷം അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 8-10 കഷ്ണം ചെറിയുള്ളിയാണ് എടുത്തേക്കുന്നത്. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴന്ന് വരും. ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി അതുപോലെ തന്നെ മസാലപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വറ്റൽമുളക് കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല എരിവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ എരിവിനൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ കെച്ചപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ മിക്സിയിൽ അടിച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മളുടെ റെസിപ്പി ഫൈനൽ സ്റ്റേജിലോട്ട് വരുവാണ്. നമുക്കിതിലേക്ക് ഇനി ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ വേപ്പില കാര്യമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള വറ്റൽമുളക് ക്രഷ് ചെയ്ത് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ കൊണ്ടാട്ടം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.